ബിഗ് ബോസ് മലയാളം സീസൺ 7 മണി ബാഗ് ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. മണി ബാഗ് ടാസ്കുകളെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ വിന്നർക്ക് ഇനി എത്ര രൂപ പ്രൈസ് മണിയായി കിട്ടും? 13ാം ആഴ്ചയിലാണ് ബിഗ് ബോസിൽ മണി ബാഗ് ടാസ്കുകൾ നടന്നത്. ബിഗ് ബാങ്ക് വീക്ക് എന്ന പേരിലാണ് ഈ വർഷം മലയാളം സീസൺ 7 ബിഗ് ബോസ് മണി ബാഗ് ടാസ്കുകൾ പ്ലാൻ ചെയ്തിരുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആയിരുന്നു. അതിൽ ആദ്യത്തെ 4 ദിവസങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട ടാസ്കുകൾ എല്ലാം നടന്നത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ 3 ടാസ്കുകൾ വീതവും പിന്നീടുള്ള 2 ദിവസങ്ങളിൽ ഓരോ ടാസ്ക് വീതവും നടന്നു. അതിനുശേഷം ലാലേട്ടൻ എപ്പിസോഡിൽ പ്രത്യേകമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി നടന്നു. അങ്ങനെ ഏകദേശം 9ഓളം ടാസ്കുകളും ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു പ്രത്യേക ആക്ടിവിറ്റിയും കഴിഞ്ഞതിന് ശേഷമാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിയ ആകെ തുക എത്രയെന്നും ഇനി വിന്നർക്ക് ബാക്കി നിൽക്കുന്ന എമൗണ്ട് എത്രയാണ് എന്ന് നോക്കാം. ആദ്യത്തെ ദിവസം ബിഗ് ബോസ് 3 ടാസ്കുകളിലായി ആകെ നൽകിയത് 50,000 രൂപയാണ്. ഈ 50,000 രൂപയിൽ നിന്ന് 49,790 രൂപ 3 ടാസ്കുകളിലായി, അതായത് പണമഴ ടാസ്ക്, ചെക്കിൻ്റെ ടാസ്ക്, അതുപോലെ തന്നെ തലയിൽ മണി ഘടിപ്പിച്ചിട്ടുള്ള ആ ടാസ്ക്, അങ്ങനെ 3 ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾക്ക് നേടാനായത്. രണ്ടാമത്തെ ദിവസം ബിഗ് ബോസ് 50,000 രൂപ വീതം 3 ടാസ്കിലായി 1.5 ലക്ഷം രൂപയാണ് മത്സരാർത്ഥികൾക്ക് ഓഫർ ചെയ്തത്. പണക്കാറ്റ് എന്ന പേരിൽ ഫാനിൽ ഉറപ്പിച്ചിരിക്കുന്ന കപ്പുകളിലേക്ക് ബോളുകൾ ബൗൺസ് ചെയ്തിടുന്ന ഗെയിമും, കുഴിപ്പണം എന്ന പേരിൽ പ്ലാറ്റ്ഫോം അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ ഉള്ള കപ്പിൽ ബോളുകൾ ബാലൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗെയിമും, വട്ടപ്പണം എന്ന പേരിൽ നിരത്തി വെച്ചിരിക്കുന്ന പണക്കെട്ടുകളുടെ മേൽ നിശ്ചിത ദൂരത്ത് നിന്ന് റിങ്ങുകൾ എറിഞ്ഞ് പണം നേടുന്ന രീതി. ഈ 3 ടാസ്കുകളിലായി 75,000 രൂപ മത്സരാർത്ഥികൾ നേടിയെടുത്തു. 4ാമത്തെ ദിവസം ബിഗ് ബോസ് 3.5 ലക്ഷം രൂപ ഓഫർ ചെയ്ത ഒരു ടാസ്ക് നടത്തി. ആ ടാസ്കിൻ്റെ പേര് ലക്ഷയുദ്ധം എന്ന പേരിലായിരുന്നു. ഓരോരുത്തരെയായി ഔട്ടാക്കി അവസാനം വന്ന 2 പേരിൽ നിന്ന് വീട്ടിലെ മത്സരാർത്ഥികൾ തീരുമാനിച്ച് വിജയിയെ കണ്ടെത്തുക എന്നതായിരുന്നു. അതിലൂടെ 3.5 ലക്ഷം രൂപയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിയത്. 4ാമത്തെ ദിവസം 4 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ഓഫർ ചെയ്തത്. ബിഗ് ബോസ് വീടിന് വെളിയിലെ ഒരു കാറിനുള്ളിൽ പലയിടങ്ങളിലായി ബിഗ് ബോസ് 20,000 രൂപയുടെ കെട്ടുകളായി ഈ 4 ലക്ഷം രൂപ ഒളിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും ബിഗ് ബോസ് വീട്ടിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത 3 മത്സരാർത്ഥികൾ ചേർന്ന് 2,20,000 രൂപ നേടിയെടുത്തു. ഇത് കഴിഞ്ഞ് പിന്നീട് ടാസ്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലാലേട്ടൻ എത്തിയ എപ്പിസോഡിൽ ഞായറാഴ്ച മറ്റ് ചില കാര്യങ്ങൾ സംഭവിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ ആഴ്ചകളിൽ നടന്ന ചില സംഭവവികാസങ്ങളുടെ പേരിൽ നെവിന് ബിഗ് ബോസ് നൽകിയ ഒരു ശിക്ഷ മണി ബാഗ് ടാസ്ക് നടക്കുന്ന ആഴ്ച നെവിന് ഒന്നിലും പങ്കെടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ഗെയിമുകൾ നടന്നിട്ടും ബിഗ് ബോസ് വീട്ടിലെ ഒരു ഗെയിമിൽ പോലും നെവിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെവിൻ്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് നെവിന് ഒരു സഹായകമാകാൻ വേണ്ടി ബിഗ് ബോസ് ഒരു അഡീഷണൽ ഗെയിം സെറ്റ് ചെയ്യുകയായിരുന്നു. ഇതായിരുന്നു 9ാമത്തെ ടാസ്ക്. തൊട്ടു മുൻപുള്ള അതേ ടാസ്കുമായി സമാനമായി ബിഗ് ബോസ് വീടിന് പുറത്ത് കാറിനുള്ളിലായി പലയിടങ്ങളിൽ പണം വച്ചിട്ടുണ്ട്. അതിൽ നിന്നും എടുക്കാവുന്ന പണം 1 മിനിറ്റ് കൊണ്ട് ശേഖരിച്ച് തിരികെ വരിക എന്നതായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ 1 മിനിറ്റിനകം തിരികെ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ബിഗ് ബോസ് ഓഫർ ചെയ്തത് 1 ലക്ഷം രൂപയാണ് എങ്കിൽ അതിൽ നിന്ന് 50,000 രൂപ നേടിയെടുക്കാനാണ് നെവിന് കഴിഞ്ഞത്. ഇതിനുശേഷം ലാലേട്ടൻ മറ്റൊരു ആശയവുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു. നെവിൻ ടാസ്കുകളിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ നെവിന് മറ്റാർക്കെങ്കിലും പണം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പണം കൊടുക്കാം എന്നതായിരുന്നു. ഓരോ മത്സരാർത്ഥികളും നെവിന് കൊടുത്ത തുകകൾ ഇങ്ങനെയാണ്. അക്ബർ 40,000 രൂപയാണ് നെവിന് ഓഫർ ചെയ്തത്. അതിൽ 2ാമത്തെ ടാസ്കിൽ ഒരു 15,000 രൂപയുടെ ചെക്ക് നെവിൻ്റെ കയ്യിൽ കിട്ടിയത് അക്ബറിന് നെവിൻ കൊടുത്തിരുന്നു. ആ തുക ഉൾപ്പെടെയാണ് ഈ 40,000 രൂപ. അനീഷ് നെവിന് കൊടുത്തത് 6,000 രൂപയാണ്. അനുമോൾ 10,000 രൂപ കൊടുത്തു. നൂറ 50,000 രൂപ കൊടുത്തു. നൂറ 50,000 രൂപ കൊടുത്തു എന്നതുകൊണ്ട് തന്നെ ആദിലയോട് അധികമായി ഒന്നും നെവിൻ ചോദിച്ചതുമില്ല. ആ അർത്ഥത്തിൽ ആദില നൂറമാർ ഒരുമിച്ച് 50,000 രൂപ കൊടുത്തു എന്ന് പറയുന്നതിലും തെറ്റുണ്ടാകില്ല. ഷാനവാസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിൽ നിന്നും 4,500 രൂപ കൊടുത്തു. സാബുമോൻ്റെ കയ്യിൽ തീരെ പണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സാബുമോൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിന് പകരം സാബുമോൻ ഒരു 15,000 രൂപ ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞ് 9 ടാസ്കുകളിൽ നിന്ന് നേടിയ പണത്തിൽ അവസാനം ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ മത്സരാർത്ഥികളുടെ പരസ്പര പണ കൈമാറ്റത്തിന് ശേഷം മത്സരാർത്ഥികൾക്ക് ശേഷിച്ച എമൗണ്ട് ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ തുക നേടിയിരിക്കുന്നത് നൂറയാണ്. നൂറയ്ക്ക് നിലവിൽ 3,05,830 രൂപ കയ്യിലുണ്ട്. നെവിനാണ് 2ാം സ്ഥാനത്ത്. നെവിന് 1,45,500 രൂപയുണ്ട്. അനുമോൾക്കാകട്ടെ 1,36,340 രൂപയാണ് കയ്യിലുള്ളത്. അക്ബറിന് 66,510 രൂപ കയ്യിലുണ്ട്. ആദിലയുടെ കൈവശം 46,390 രൂപയും സാബുമോൻ്റെ കൈവശം 26,830 രൂപയും ഷാനവാസിൻ്റെ കൈവശം 9,280 രൂപയും അനീഷിൻ്റെ കൈവശം 8,110 രൂപയുമുണ്ട്.
ഇങ്ങനെ മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ 9 ടാസ്കുകളിലൂടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഓഫർ ചെയ്ത തുക 10,50,000 രൂപയായിരുന്നു. ഈ 9 ടാസ്കുകളിൽ മത്സരിച്ച മത്സരാർത്ഥികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ തുകയാകട്ടെ 7,44,790 രൂപ. ഈ മണി ബാഗ് ടാസ്കിന്റെ ഭാഗമായ തുക ബിഗ് ബോസ് വിന്നറുടെ 50 ലക്ഷം എന്ന പ്രൈസ് മണിയിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇനി ബിഗ് ബോസ് വിന്നറാകുന്ന മത്സരാർത്ഥിക്ക് ടൈറ്റിൽ വിന്നർ എന്ന നിലയിൽ ലഭിക്കാൻ പോകുന്ന തുക പല ടാസ്കുകളിലായി മത്സരാർത്ഥികൾ വിൻ ചെയ്ത 7,44,790 രൂപ എന്ന തുക കുറച്ചതിന് ശേഷം കിട്ടുന്ന 42,55,210 രൂപ എന്ന എമൗണ്ടാണ്. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ലാലേട്ടൻ്റെ കൈപിടിച്ചെത്തി അവിടെ നിന്ന് ഗ്രാൻഡ് ഫിനാലെ വിന്നറാകുന്ന മത്സരാർത്ഥിക്ക് ട്രോഫിക്കൊപ്പം കിട്ടുന്ന പ്രൈസ് മണി ഈ 42,55,210 രൂപയായിരിക്കും. ഇതുകൂടാതെ മണി ബാഗ് ടാസ്കിന്റെ വീക്കിൽ അവർ നേടിയ എമൗണ്ടും അവർക്ക് തന്നെ ലഭിക്കും. ഇതൊക്കെയാണെങ്കിലും ഇതിൽ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നടന്ന 8ാമത്തെ ടാസ്കായ കാർ ടാസ്കിൽ പങ്കെടുത്ത അക്ബറും ആദിലയും അനുമോളും തമ്മിൽ ആദ്യം ഒരു എഗ്രിമെന്റിൽ എത്തിയിരുന്നു. അതിങ്ങനെയാണ്, 3 പേരും ഒരുമിച്ച് സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഗെയിമിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ഈക്വലായി പങ്കിട്ടെടുക്കാം എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അതിവർ പ്രാവർത്തികമാക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഇനി അങ്ങനെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മത്സരാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന തുകയിൽ മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ ആ ഗെയിമിൽ 2,20,000 രൂപയാണ് 3 മത്സരാർത്ഥികൾ ചേർന്ന് ശേഖരിച്ചത്. അത് 73,333 എന്ന തരത്തിൽ 3 പേരും വീതിച്ചെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആദിലേക്ക് നേരത്തെ 46,390 രൂപയുണ്ടായിരുന്നത് 99,723 രൂപ എന്ന നിലയിലേക്ക് കൂടും. അക്ബറിന് നേരത്തെ 66,510 ഉണ്ടായിരുന്നത് 79,843 രൂപ എന്ന രീതിയിലേക്ക് കൂടും. അനുമോൾക്ക് 1,36,340 രൂപ ഉണ്ടായിരുന്നത് 69,673 എന്ന നിലയിലേക്ക് കുറയുകയും ചെയ്യും. ഇങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ ഗെയിമിന് ശേഷം നടക്കുമോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം നെവിന് ഇങ്ങനെയൊരു ചാൻസ് നൽകിയ കാര്യത്തിൽ പ്രേക്ഷകരിൽ പലരും ഭിന്നാഭിപ്രായത്തിലാണ്. നെവിന് ബിഗ് ബോസ് തന്നെ നൽകിയ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ടാസ്കിൽ പങ്കെടുക്കാതിരുന്നത്. പിന്നീട് ഇങ്ങനെയൊരു ചാൻസ് നൽകുന്നത് ബിഗ് ബോസ് തന്നെ സ്വന്തം വാക്കിൽ നിന്നും പിറകോട്ട് പോകുന്നു എന്നതിന് തുല്യമാണ്. അതിലുപരി നെവിന് വേണ്ടി സ്പെഷ്യലായി ഒരു ടാസ്ക് നൽകുകയും അതിൽ നെവിൻ 50,000 രൂപ നേടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും മത്സരാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു പങ്കുവയ്പ് നൽകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന കുറേയേറെ ആളുകളുണ്ട്. മാത്രമല്ല അത് നെവിൻ ഓരോരുത്തരുടെ അടുത്തു നിന്നും ഒരു തുക ചോദിച്ചു വാങ്ങുന്നു എന്ന രീതിയിൽ അതൊരു നെവിനെ കളിയാക്കലാണ്. നെവിൻ മറ്റുള്ളവരുടെ ഇടയിൽ ചോദിച്ചു വാങ്ങേണ്ട, ഇരന്നു വാങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുത്തത് നെവിനെ ഒരു കളിയാക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ഓരോ മത്സരാർത്ഥിയും അവരുടെ ഗെയിമിൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത തുകകളുടെ ഭാഗമാണ്. അത് മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുമുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ മണി ബാഗ് ടാസ്കിൽ നിന്നും എമൗണ്ട് കിട്ടിയതിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നെവിൻ. മറ്റു ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, നെവിന് വേണ്ടി മറ്റു മത്സരാർത്ഥികളിൽ നിന്നും പണം ശേഖരിക്കാനുള്ള അവസരം നൽകുന്നതിന് പകരം നെവിന് മണി ബാഗ് ടാസ്ക് നൽകിയപ്പോൾ ഒന്നുകിൽ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ടാസ്ക് നൽകുകയോ അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് നെവിന് വേണ്ടി അലോട്ട് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ നെവിന് സ്വന്തം നിലയിൽ ടാസ്കിൽ വിജയിച്ച് തന്നെ കൂടുതൽ തുക നേടാൻ കഴിയുമായിരുന്നു. ഇതിനു പകരം നെവിനെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്ന നിരവധി പേരുണ്ട്. ഏതായാലും ഈ മണി ബാഗ് ടാസ്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മണി ബാഗ് ടാസ്കിൽ നിന്നും നെവിനെ ഒഴിവാക്കിയിരുന്നതും അവസാനം നെവിന് പ്രത്യേക ചാൻസ് നൽകിയതും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ.